ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ അകത്ത് കടന്നു വരുന്നവർക്കറിയാം, ഹൃദയത്തിൻ്റെ അകത്തുള്ള സമാധാനവും സന്തോഷവും ദൈവം തരുന്നത്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ വലിയ സമാധാനവും സന്തോഷവും ദൈവം തന്നിരിക്കുന്നത് വർദ്ധിച്ചു വരട്ടെ. അവൻ്റെ സമാധാനത്തിനും അവൻ്റെ രാജ്യത്തിൻ്റെ വർധനവിനും ഒരു കാലത്തും അവസാനമില്ല. എന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും ദൈവിക നന്മകളുടെയും വർധനവിന് അവസാനമില്ലാത്തതുപോലെ, അന്ത്യമില്ലാത്തതുപോലെ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ നദികൾ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാലും. ഇതിനകത്ത് വരുമ്പോൾ അറിയാം, വലിയ സന്തോഷമുണ്ട്, വലിയ സമാധാനമുണ്ട്. അതേസമയം ആരാധിക്കുവാനുള്ള സമയം ദയവായിട്ട് നമ്മൾ ഹാർഡ്ലി 30 minutes 35 minutes സാധാരണ ലഭിക്കാറില്ല പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ. ആ ലഭിക്കുന്ന 30-35 മിനിറ്റുകൾ പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ പാർട്ടിസിപ്പേഷനോടുകൂടെ കരങ്ങൾ അടിച്ച് വാ തുറന്ന് ശബ്ദമുയർത്തി പാട്ട് പാടുന്നത് നല്ലതാണ്. നമ്മൾ ചിന്തിച്ചു വന്ന വാക്യം ഇതാണ്: കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്നും അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയാഞ്ഞ ആശയങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. നമ്മൾ ചിന്തിച്ചു വന്നത്, കാത്തിരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം മാത്രമല്ല. ഏറ്റവും പ്രധാനമായി അതിൻ്റെ അകത്ത് മനോഭാവത്തിൻ്റെ ഒരു ഘടകമുണ്ട്. നമ്മളുടെ മനസ്സ് കാത്തിരിക്കുന്നതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു അംശമുണ്ട്. 2, ഇത് ശരീരത്തിന് ഇതിൻ്റെ അകത്ത് വലിയ ഒരു ഘടകമുണ്ട്. ശരീരവും മനസ്സും ആത്മാവും ചേർന്ന് ഒരു വൺ ടൈം ഇവൻറ്റ്, ഒരിക്കൽ, ഒരാഴ്ചയിൽ ഒരിക്കൽ, ഒരു ദിവസത്തിൽ ഒരിക്കൽ, ഒരു മാസത്തിൽ ഒരിക്കൽ, ഒരു വർഷത്തിൽ 221 ദിവസം ഇരിക്കുമ്പോൾ, അങ്ങനെ ഒരു സമയം മാത്രം ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടല്ല, പകരം ജീവിതത്തിൽ ഒരു ശൈലിയായി, ലൈഫ് സ്റ്റൈൽ. ചിലർക്ക് കഞ്ഞി കുടിക്കുന്നത് ഒരു വൺ ടൈം ഇവൻറ്റ്. കാര്യം ഇവിടെ പ്രയർ ടവറിൽ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് കഞ്ഞി കൊടുക്കാറുണ്ട്. അത് അവർ വരുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവരൊരു പക്ഷേ മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കും. പക്ഷേ ഇവിടെ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ വരുമ്പോൾ അല്പം കഞ്ഞി കിട്ടിയാൽ ഇറ്റ്സ് നോട്ട് എ റെഗുലർ ലൈഫ് സ്റ്റൈൽ. പക്ഷേ അത് അവർ ഒരിക്കലായി ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ ചർച്ചിൽ നിന്ന് എടുക്കുന്നത് പോലെ എന്ന് പറഞ്ഞതുപോലെ, ഒരിക്കൽ ആഴ്ചയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ഒരു സംഗതിയല്ല, പകരം ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഓരോ ദിവസവും നമ്മളുടെ റെഗുലറായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുന്നവരെ കുറിച്ച് പറയുന്നു. അങ്ങനെ മനസ്സും ഹൃദയവും അവരുടെ ശരീരവും ഏകാഗ്രമായി ദൈവസന്നിധിയിൽ സൂക്ഷിക്കുവാൻ പഠിച്ചു വരുന്നവർ, ഒരു ദിവസം കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെ പഠിച്ച് അത് തീരുമാനിച്ചു വരുന്നവർ, അവരെ കുറിച്ച് പറയുന്നു, അവർ ചിറകടിച്ച് പറന്നുയരും. എന്ന് പറഞ്ഞാൽ അവരുടെ എഫേർട്സ്, അവരുടെ അധ്വാനം, അവരുടെ പരിശ്രമം, ഉറക്കളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാർ മാത്രമല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ, സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നവർ. സമയമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാണോ? നെവർ. സമയമില്ലാത്തവർക്ക് മാത്രമേ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. ആർക്കെങ്കിലും ഒത്തിരി സമയം മിച്ചമുണ്ടെങ്കിൽ നോക്കിയോ, അവരുടെ ജീവിതം ലാക്സ്ഡ് ആയി പോകും, അവരുടെ ജീവിതം റിലാക്സ്ഡ് ആയി പോകും. അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ തീഷ്ണതയോടെ, അവർക്ക് ആ ടൈറ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. ഒത്തിരി മണിക്കൂറുകൾ ചുമ്മാതെ കിടക്കുകയില്ലയോ, സ്കാറ്റേർഡായി, അവരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ട് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അങ്ങ് സ്കാറ്റേർഡായി പ്രാർത്ഥന പോകുന്നത് പലരുടെയും അനുഭവത്തിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷേ സമയമില്ലാത്തവർ, ദാനിയേലിനെ എടുത്താൽ, ദാനിയേൽ 120 സംസ്ഥാനങ്ങളുടെ ത്തിലിരുന്ന ആ ദാനിയേൽ പ്രവാചകൻ, ദാനിയേൽ എന്ന ദൈവമനുഷ്യൻ താൻ പ്രാർത്ഥിക്കുവാൻ സമയമെടുത്തു. സമയം തീരെയും ഇല്ലാത്തവർക്കാണ് ഫോക്കസ്ഡ് ആയിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സമയമെടുത്താൽ, ചിറകടിച്ച് എഫേർട്സ് ഇട്ട് പരിശ്രമത്താൽ ഒരളവിൽ ഉയരുവാൻ സാധിക്കും. ഒരളവിൽ ഉയർന്നു കഴിയുമ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനാൽ ഉയരത്തിലേക്ക് ഉയരുന്നത് പോലെ, പറക്കുന്നതിനേക്കാൾ ഉപരി ഉയരുന്നത് പോലെ ഒരു അനുഭവത്തിലേക്ക് ദൈവജനം മാറുവാനിടയായി തീരും. അതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ദ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു, എങ്ങനെയാണ് വീട്ടിലോട്ട് വരേണ്ടത്? അവർ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് വന്നിട്ട് ആ ജംഗ്ഷനിൽ ഇന്ന ബിൽഡിംഗ് കാണും, ലാൻഡ് മാർക്ക് ഇതാണ്, അവിടെ നിന്ന് വലത്തോട്ട് തിരിയണം, അടുത്ത ഇത്ര മീറ്റർ ചെന്ന് കഴിയുമ്പോൾ അടുത്ത ഇന്നതൊരു ലാൻഡ് മാർക്ക് കിട്ടും, അവിടെ ഇന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞാൽ. ഗൈഡൻസ് ഫോണിൽ കൂടെ പറയുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ GPS-ന്റെ ഒരു എക്വിപ്മെന്റ് കൊണ്ടുവന്ന് കാണിച്ചു. GPS ഗൈഡൻസ് ഫാക്ടർ. ഇതാ പിൻപിൽ നിന്ന് കേൾക്കുന്ന ഇൻപമായ ശബ്ദത്താൽ ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്ന് കേൾക്കുന്നത് പോലെയുള്ള ഗൈഡൻസ് ഫാക്ടർ. 2, ലീഡിങ് എന്ന് പറയുമ്പോൾ, ഞാൻ പലപ്പോഴും പല ഏരിയാസിലും വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുന്ന് ആൾക്കാർ വന്ന് എന്നെ കൊണ്ടുപോകാറുണ്ട്. അത് സ്നേഹം കൊണ്ടാണ്, അത് ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരമായിട്ടാണ്. പക്ഷേ 30-35 കിലോമീറ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ, അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 2 മാസങ്ങൾക്കകം ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന്, അതായത് 35 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വലിയ ദൂരമാണോ? പക്ഷേ അതിനേക്കാൾ ഉപരി 1.5-2 മണിക്കൂർ അവിടുന്ന് ഇവിടം വരെ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് അവിടെ കൊണ്ടുപോയി, അവിടുത്തെ വിസിറ്റിംഗ് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചിവിടെ കൊണ്ടുവിടുക. കാര്യം എന്താണ്? അറ്റ്ലീസ്റ്റ് 2-2.5-3 മണിക്കൂർ വാഹനത്തിൽ
ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാൻ സാധിക്കും. അത് ഗൈഡൻസ് അല്ല പാസ്റ്റർ, ഇന്ന സ്ഥലത്ത് വന്ന് അങ്ങോട്ട് തിരിയാനല്ല, വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഗൈഡൻസ് അല്ല ലീഡിങ്, നിയോഗമല്ല നടത്തിപ്പ്, കൈപിടിച്ച് നടത്തുന്നത് പോലെ, കൂടെ വന്ന് വഴി കാണിക്കുന്നത് പോലെ ലീഡിങ്. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്, രണ്ട് പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്. ഈ രണ്ട് അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കും. മറ്റൊരു ഭാഷയിൽ പറയട്ടെ, കാറ്റ് എത്ര ശക്തമായിട്ടുണ്ടെങ്കിലും ഒന്ന് കഴുകൻ ആ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അതിന്റെ ശരീരത്തെ, അതിന്റെ എയറോഡൈനാമിക്സ് അനുസരിച്ച് അതിന്റെ ശരീരത്തിന്റെ, അതിന്റെ മസിൽസിന്റെ, അതിന്റെ തുവലുകളെ എങ്ങനെ ചലിപ്പിക്കുവാൻ അഭ്യസിക്കുന്നു, അതിനനുസരിച്ച് മാത്രമേ കഴുകന് നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ചിറക് വിരിക്കാതിരുന്നാൽ താഴോട്ടിങ് വരും. ചിറക് എങ്ങനെ അത് വിരിക്കുന്നോ അതിനനുസരിച്ച് ഈ കഴുകൻ നിലത്തോട്ടോ ഉയരത്തിലോട്ടോ പറക്കുവാൻ സാധിക്കും. ഒന്ന് അതിന്റെ ചലനങ്ങൾ, രണ്ട് കാറ്റിന്റെ ചലനം, ദ ലീഡിംഗ് ഓഫ് ദ സ്പിരിറ്റ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, those who are led by the Spirit, അവരെ they shall be called the sons of God, അവരെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കും. പരിശുദ്ധാത്മാവിന്റെ നിയോഗവും പിന്നിൽ നിന്ന് കേൾക്കുന്ന ശബ്ദവും ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള ആലോചനകൾ സ്വപ്നങ്ങളിൽ കൂടെ, പ്രവചനങ്ങളിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ കേൾക്കുന്നത് നല്ലതാണ്, അത്യാവശ്യമാണ്. പക്ഷേ സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള ആ വിളി നമ്മുടെ മേൽ മുഴങ്ങണമോ? പറയുന്നു, those who are led by the Spirit, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രമേ, ആ നടത്തിപ്പിൽ മാത്രമേ നമുക്ക് ദൈവപുത്രന്മാർ എന്നുള്ള പദവിയിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുവരെ മക്കളെങ്കിലും അവകാശികളെങ്കിലും ദാസന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല. ഇന്ന് നമ്മൾ ഗൈഡൻസിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫാക്ടറിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. നമ്മൾ ചിന്തിച്ചു, പരിശുദ്ധാത്മാവിന്റെ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഉയരുക, അതിനനുസരിച്ച് ചലിക്കുക. അതിന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനനുസരിച്ച് സംസാരിച്ചപ്പോൾ യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ആ കാലത്ത് യഹോവ തന്നെ വീതിയുള്ള നദികളായി നമുക്ക് വേണ്ടിയിരിക്കും. ആ നദിയിൽ ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്ന നദിയിൽ തണ്ടുവെച്ച പടകും പ്രതാപമുള്ള കപ്പലും കടക്കുകയില്ല. മറ്റൊരു ഭാഷയിൽ സ്വന്തം ഇഷ്ടം, സ്വന്തം പേജ്, സ്വന്തം ടാർഗറ്റ്, സ്വന്തം ഐഡിയ, എനിക്ക് എൻ്റെ രീതിയിൽ നടക്കണം, എൻ്റെ പ്ലാൻ അനുസരിച്ച് നടക്കണം എന്നുള്ള തണ്ടുവെച്ച പടക് അവൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ സ്പീഡിന്, അവൻ്റെ ഡയറക്ഷനിലേക്ക് തണ്ടുപിടിച്ച് വലിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ നദിയിൽ അങ്ങനെ ഒരു പടക് കടക്കുകയില്ല. പകരം പാക്കപ്പൽ പോലെ കാറ്റിൻ്റെ ആ വേഗത അതിനനുസരിച്ച്, കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് പോകുവാൻ പാക്കപ്പൽ പോലുള്ള കപ്പൽക്ക് മാത്രമേ ഈ നദികളിൽ കടക്കുവാൻ സാധിക്കുകയുള്ളൂ. യെശയ്യാ പ്രവചനം 33:21 വായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ആരെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വരാഞ്ഞവരുണ്ടെങ്കിൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ വെബ്കാസ്റ്റിൽ സകലതും റെക്കോർഡഡ് ആയിട്ട് കിടപ്പുണ്ട്. യു ക്യാൻ ഫീൽ ഫ്രീ. നമ്മൾ സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ വായിച്ചത്, ഞാൻ ഇംഗ്ലീഷിൽ അതങ്ങ് പറഞ്ഞ് ആശയങ്ങൾ പറയാൻ കാര്യം മലയാളത്തിൽ വായിച്ച് സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഹി ഷാൽ ഡയറക്റ്റ് all your paths, നിന്റെ സകല വഴികളെയും അവൻ നേരെയാക്കും. മറ്റൊരു ഭാഷയിൽ നിന്റെ വഴികളിൽ ഗൈഡൻസ് ഫാക്ടർ ഉണ്ടാകും. he shall make your path straight, direct your path, നിന്റെ വഴികൾ നേരെയാക്കും, നിനക്ക് ആവശ്യമുള്ള ഗൈഡൻസ് തരും. ഇന്ന് തൊടാൻ സാധിക്കത്തില്ല, അടുത്ത ആഴ്ചയിൽ മിക്കവാറും ലീഡിംഗ് ഓഫ് ദ സ്പിരിറ്റിലേക്ക് വരുമ്പോൾ സങ്കീർത്തനങ്ങൾ 37 നിന്നും നമ്മളൊരു വാക്യം വായിക്കും, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് സാധിപ്പിക്കും. ഡയറക്ഷനും സാധിപ്പിക്കുന്നതും, ഒന്ന് വഴി പറഞ്ഞു തരുന്നതും, രണ്ട് അത് സാധ്യമാക്കുന്നതും, രണ്ട് വ്യത്യസ്ത അളവ്. ഒന്ന് ഗൈഡൻസ്, രണ്ടാമത്തേത് ലീഡിംഗ്. ഗൈഡൻസ് ഫാക്ടർ, ദൈവം നടത്തുന്ന നടത്തിപ്പുകൾ, ദൈവത്തിന്റെ ആലോചനകൾ വേണമെങ്കിൽ നമ്മൾ കേട്ടത് ആ ഡയറക്ഷൻ, ദൈവം തരുന്ന ആ ആലോചനകൾ വേണമെങ്കിൽ പറഞ്ഞു, ഒന്ന് ഇൻ ഓൾ യുവർ വേസ്, നിന്റെ സകല വഴികളിലും. ഒന്ന് ശബ്ദമുയർത്തി പറയാമോ? സകല വഴികൾ. നിന്റെ സകല വഴികളിലും അവനെ അന്വേഷിക്കുക. അക്നോളജ് ഹിം ഇൻ ഓൾ യുവർ വേസ്. നമ്മളുടെ പ്രശ്നം, നമുക്ക് പ്രധാനമായി തോന്നുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന വഴികളിൽ മാത്രമേ നമ്മൾ കർത്താവിനെ അന്വേഷിക്കാറുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു GPS, എൻ്റെ വാഹനത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു GPS എക്വിപ്മെൻറ്റ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു. എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും എൻ്റെ വാഹനത്തിൻ്റെ അകത്തിരിക്കും. എൻ്റെ ഫാമിലി എൻ്റെ കൂടെ പോയില്ലെങ്കിലും ഇത് വണ്ടിക്കകത്ത് കാണും. പക്ഷെ ഓരോ പ്രാവശ്യവും വഴി കാണണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ പോകേണ്ട ഡെസ്റ്റിനേഷൻ അഡ്രസ് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോവുകയുള്ളൂ. വഴി തെറ്റിയാലും കഷ്ടം. എല്ലാ ദിവസവും എത്ര വർഷങ്ങളായിട്ട് ഇവനെ വഴി നടത്തുന്നത്. സാരമില്ല, വഴി പറഞ്ഞു കൊടുത്തേക്കാം എന്ന് ഇതുവരെ ഈ GPS പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും വഴി തെറ്റിയാൽ
എവിടെയെങ്കിലും ഞാനിത് ഓൺ ചെയ്യാത്തിടത്തോളം ഇതിൻ്റെ അകത്തുനിന്ന് ഗൈഡൻസ് ഇല്ല എന്ന് പറഞ്ഞതുപോലെ നിന്റെ സകല വഴികളിലും ഓരോ ആഹാരം ലഭിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ ആഹാരം കഴിക്കുന്നിടം മുതൽ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും നിസാര വിഷയങ്ങളിലും acknowledge him in all your ways. നിന്റെ സകല വഴികളിലും അവനെ അന്വേഷിക്കും. കർത്താവ് പറഞ്ഞ നിനക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എൻ്റെ ആശയം പറയാം. നിന്റെ തലയിലെ ഓരോ മുടിയും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. അത്രയും ഞാൻ നിന്നെക്കുറിച്ച് ശ്രദ്ധിക്കുന്നെങ്കിൽ നിനക്ക് നിന്റെ സകല വഴികളും രാവിലെ അങ്ങോട്ട് എണീറ്റ് കർത്താവേ ഇന്ന് എൻ്റെ സകല വഴികളും അങ്ങേ ഭരമേൽപ്പിക്കുന്നു, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഓരോ വഴികളിൽ കർത്താവെ തേണ്ട ഞാൻ ഇന്ന നിസ്സാര കാര്യത്തിന് ഇറങ്ങുകയാണ്. acknowledge him. ഒരു പക്ഷേ മറ്റുള്ളവർ അറിഞ്ഞെന്നിരിക്കും, അടുത്തിരിക്കുന്നവർ അറിഞ്ഞില്ലെന്നിരിക്കും. ഇറ്റ് ഡസന്റ് മാറ്റർ. ഹൃദയത്തിൻ്റെ അകത്ത് ഒരു പക്ഷേ ശബ്ദമുയർത്തിയായിരിക്കും. acknowledge him. അവനെ അനുസരിക്കുക, അവനെ വിളിച്ചപേക്ഷിക്കുക, അവന്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, lean not to your own understanding. നിന്റെ വിവേകത്തിലേക്ക് നീ ഊന്നരുത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ പ്രാവശ്യം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവിടെ നിൽക്കുന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിച്ചത് trust in the Lord with all your heart. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ നീ യഹോവയിൽ ആശ്രയിക്കുക. ഈ ഒരു വാക്യത്തെക്കുറിച്ച് നമ്മൾ ചുരുക്കമായി രണ്ട് ആശയങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ഹൃദയം എന്ന വാക്കിനാൽ നമ്മൾ മനസ്സിലാക്കുന്നത് വികാരങ്ങൾ, ഇമോഷൻസ്. ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. എങ്ങനെയാണ് ആ ആശയം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? വികാരങ്ങൾ എന്നുള്ള ആശയം ഹൃദയത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. കാര്യം വികാരങ്ങൾ മനുഷ്യന്റെ ആത്മാവിലേക്കുള്ള വാതിലാണ്, ഒരു വാതിലാണ്. മനുഷ്യന്റെ ആത്മമണ്ഡലത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്കും എൻ്റെ മനസ്സിലേക്കും എൻ്റെ ആത്മാവിലേക്കും പരിശുദ്ധാത്മാവിനോ മറ്റേതെങ്കിലും ഒരു ആത്മശക്തിക്കോ, അത് ദൈവത്തിൻ്റെ ആത്മശക്തിക്കാകാം, അല്ലെങ്കിൽ മറ്റുള്ള ഇരുളിൻ്റെ ആത്മശക്തികൾക്കാകാം, അകത്തേക്ക് കടക്കുവാനുള്ള വാതിലാണ് വികാരങ്ങൾ. അത് ഭയമായിരിക്കും, അത് സ്നേഹമായിരിക്കും, അത് സന്തോഷമായിരിക്കും, അത് ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കും. ഭയപ്പെട്ടാൽ അവിടെ ദൈവാത്മാവ് വരുമെന്നില്ല. പകരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല. ആത്മാവെന്നുള്ള മണ്ഡലത്തിലേക്കുള്ള പ്രവേശനം, അതിൻ്റെ എൻട്രി പോയിന്റ് വികാരങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മൾ അതിന് ആധാരമായി പറഞ്ഞത് ഇതാണ്. എലീശ പ്രവാചകൻ താൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണ്, താൻ പ്രവാചകനാണ്, താൻ ആലോചനകൾ പറയും. പക്ഷേ ഒരു ആലോചന വേണ്ടി വന്നപ്പോൾ നമ്മൾ വായിച്ചു, താൻ വീണക്കാരനെയും കിന്നരം വായിക്കുന്നവരെയും, മറ്റൊരു ഭാഷയിൽ മ്യൂസീഷ്യൻസിനെ വിളിച്ചു. ആ മ്യൂസീഷ്യൻസ് മ്യൂസിക് വായിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഇതാ തൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, വാതിൽ തുറന്നു, വികാരത്തിൻ്റെ വാതിൽ തുറന്നു. ആ വികാരത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ ദൈവാത്മാവ് തൻ്റെ മേൽ വന്നു, ആലോചന പറഞ്ഞു. ദാവീദിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ശൗലിൻ്റെ മേൽ ഒരു ദുരാത്മാവ് വന്നു, അകത്ത് കയറി ലോക്കായി. ഈ ദുരാത്മാവ് പുറത്തു പോകുകയില്ല. ഈ അകത്തു വന്ന പൈശാചിക ശക്തിയെ പുറത്തു വിടുവാൻ ഇതാ ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ആ കിന്നരം വായിക്കുന്ന അഭിഷേകത്തിന്റെ മുൻപിൽ വികാരങ്ങളുടെ വാതിൽ തുറന്നതിനാൽ ശൗലിന്റെ അകത്തുള്ള ദുരാത്മാവ് വെളിയിൽ പോകും. വികാരങ്ങൾക്ക് ആത്മമണ്ഡലത്തിന്റെ മേൽ സ്വാധീനമുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം? ഒരു വാക്യം നമ്മൾ വായിച്ചത് സദൃശവാക്യങ്ങൾ 11:3. The integrity of the upright shall guide them. ഈ ഹൃദയത്തിന്റെ ഏകാഗ്രത നിമിത്തം, ഹൃദയമുള്ള നിമിത്തം, ഏകാഗ്രത നിമിത്തം നീതിമാനെ ദൈവം വഴി നടത്തും. ആ ആശയമാണ് നമ്മൾ ചിന്തിച്ചത്. മറ്റൊരു ഭാഷയിൽ നമ്മൾ പറഞ്ഞു, ഹൃദയം വികാരങ്ങൾ ഏകാഗ്രമാണെങ്കിൽ അതിൽ കൂടെ ഗൈഡൻസ് ഉണ്ടാവും. അഗൈൻ ഞാൻ ഈ GPS-ന്റെ കാര്യം പറഞ്ഞു. ഈ GPS-ന്റെ ഒത്തിരി പാർട്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ള ആൻറ്റിന, ഇതിൻ്റെ അകത്തുള്ള ബാറ്ററി, ഇതിൻ്റെ അകത്തുള്ള PCBs, ഇതിൻ്റെ അകത്തുള്ള സ്ക്രീന്, കവറ്, പല ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ചിതറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഒരു സാറ്റലൈറ്റിൽ നിന്നും ഒരു ഇൻഫർമേഷനും ഒരു കണക്ഷനും ഒരു ഗൈഡൻസും ലഭിക്കുകയില്ല. ഇതിൻ്റെ അകത്തെ സാധനമൊക്കെ എടുത്തു മാറ്റിയെന്നിരിക്കട്ടെ, ആൻറ്റിന എടുത്തു മാറ്റി, ഇതിനകത്തെ ബാറ്ററി എടുത്തു മാറ്റി, കവർ മാത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ സൂപ്പർ പീസ്, ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല. കവറുണ്ട്, സ്ക്രീനുണ്ട്, പക്ഷെ അകത്തെ ആൻറ്റിന ഇല്ലെന്നും അകത്തെ ബാറ്ററി ഇല്ലെന്നും കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. എത്ര കുത്തിയാലും ഓൺ ആകത്തില്ല, എത്ര നോക്കിയാലും ഇതിൻ്റെ അകത്ത് ഒരു ഗൈഡൻസും കിട്ടുകയില്ല. എൻ്റെ ഹൃദയം, എൻ്റെ വികാരങ്ങൾ ചിതറിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം റോക്ക് മ്യൂസിക്കിൽ, എൻ്റെ എൻ്റർടൈൻമെൻറ്റ് TV സീരിയലിൽ, എൻ്റെ ആ തൃപ്തി വരണമെങ്കിൽ 4 പേരെക്കുറിച്ച് 4 കുറ്റം പറഞ്ഞേ പറ്റത്തുള്ളൂ. എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം, എൻ്റെ ദുഃഖം, എൻ്റെ വികാരങ്ങൾ പല സ്ഥലങ്ങളിലായി ഞാൻ ചിതറിച്ച് കളഞ്ഞാൽ, ഹൃദയത്തിന്റെ ഏകാഗ്രത ഇല്ലെങ്കിൽ ബൈബിൾ പറയുന്നു, എത്ര ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും കപടഭക്തിയാണെങ്കിൽ
ഗൈഡൻസ് ഫാക്ടർ ലഭിക്കുകയില്ല. ആരെയും വഞ്ചിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ ഒരിക്കലും വഞ്ചിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിന് ഏകാഗ്രതയില്ലെങ്കിൽ ഗൈഡൻസ് ഫാക്ടർ ഇല്ല. വികാരങ്ങൾ ഒരുമിച്ച്, സകല വികാരങ്ങളും, നമ്മളുടെ സന്തോഷം, നമ്മുടെ എന്റർടൈൻമെന്റ്, നമ്മുടെ ദുഃഖം, നമ്മുടെ കോപം, നമ്മുടെ സകല വികാരങ്ങളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരണം എന്നുള്ള ആശയം വളരെ ചുരുക്കമായി കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഇത്രയുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഒരു കാര്യം കൂടെ ചിന്തിച്ചു. ഹൃദയം എന്നുള്ളത് നമ്മുടെ വിചാരങ്ങളും നമ്മുടെ നിരൂപണങ്ങളുമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഇറങ്ങുവാനുള്ള പ്ലാറ്റ്ഫോമാണ്. ഇത് കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നിടത്ത് ഒരു പ്ലെയിനും ലാൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതുപോലെ വേണ്ടാത്ത ദുഷിച്ച ചിന്തകൾ, ജഡമോഹം, വ്യത്യസ്ത മോഹങ്ങൾ, വ്യത്യസ്ത ദുർസ്വഭാവങ്ങൾ, കാട് പിടിച്ച് കിടക്കുന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചിന്തകൾ ഇറങ്ങുകയില്ല. കാട് വെട്ടിത്തെളിച്ചു, പക്ഷേ ഇന്നും റൺവേ ഒന്നുമില്ല, ഇന്നും കുണ്ടും കുഴിയുമായി ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒരു പ്ലെയിനും അവിടെ ലാൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതുപോലെ പലരുടെയും ജീവിതത്തിൽ കാടുകൾ വെട്ടിത്തെളിച്ചു, ദുഷ്ചിന്തകൾ, വേണ്ടാത്ത ചിന്തകളെല്ലാം മാറി. പക്ഷേ ഇന്നും ദൈവാത്മാവിൻ്റെ ആ പ്രവൃത്തിക്ക് ഇറങ്ങുവാൻ സാധ്യമല്ലാത്തതുപോലെ ഹൃദയത്തിൻ്റെ അകത്തെ ചിന്തകൾ ഇതാ നിരപ്പില്ലാത്ത സ്ഥലം പോലെ കിടക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവിക ചിന്തകൾ നമ്മളെ ഭരിക്കുകയില്ല. പകരം ഞാൻ ദൈവിക ചിന്തകൾ, ഞാൻ ഒരു വാക്യം ഇവിടെ വായിച്ചു തുടർന്ന് പോകുവാൻ ആഗ്രഹിക്കുക. Let's suddenly turn to മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കുവാൻ പോകുകയാണ്. ആരാണെങ്കിലും ഹൃദയത്തിൻ്റെ അകത്തെ പ്രയോറിറ്റീസ്, എനിക്ക് മൂല്യങ്ങൾ, എൻ്റെ പ്രധാനപ്പെട്ടതായി ഞാൻ എന്തിനെ എണ്ണുന്നു, അത് ദൈവസന്നിധിയിൽ നിരക്കാത്തതാണെങ്കിൽ, നിരപ്പില്ലാത്തതാണെങ്കിൽ ദൈവത്തിൻ്റെ വിചാരങ്ങൾ അവിടെ ഇറങ്ങുകയില്ല. പകരം ഒത്തിരി വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ കീ എന്ന് വിളിക്കും. കീ, QUAY, കീ. ഇതാ കടൽ തീരത്തെ സ്ഥലം പോലെ കപ്പൽ വന്ന് അടുത്ത് വരുന്ന ആ സ്ഥലം പോലെ വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ എത്ര നോക്കിയിരുന്നാലും പ്ലെയിൻ വരത്തില്ല, വന്നാൽ കപ്പലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ അകത്ത് ഇതാ പിശാചിന് കടന്നു വരുവാൻ ആവശ്യമുള്ള പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടാൽ എത്ര അന്യഭാഷ പറഞ്ഞാലും പിശാച് വന്നിരിക്കും. അത് കർത്താവിനോട് എത്ര ചേർന്നിരുന്നാലും പിശാച് വന്നിരിക്കും. സംശയമുണ്ടെങ്കിൽ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യം. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. 23 വരെ. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ചില വാക്യങ്ങൾക്ക് മുൻപേ പത്രോസിൽ കൂടെ വന്ന മറുപടിയെ ഓർത്ത് കർത്താവ് പറഞ്ഞു, പത്രോസേ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. കാര്യം നിന്റെ ആ ഏരിയയിൽ നിന്റെ മനസ്സ് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി നിരപ്പുള്ളതാകിയാൽ ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്. നീ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ആ വെളിപ്പാട് പരിശുദ്ധാത്മാവ് തന്നു. ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത്, പകരം സ്വർഗത്തിലെ പിതാവ് തന്നെയാണ് വെളിപ്പെടുത്തിയത്. അങ്ങനെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ചില വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കർത്താവ് പത്രോസിനെ നോക്കി പറയുക, പത്രോസേ, നീ എൻ്റെ കൂടെ നിൽക്കുകയാണ്, ഞാൻ പറയുന്ന വാക്കുകൾ നിന്നെ ശുദ്ധീകരിക്കും എന്ന് ഞാൻ തന്നെ പറഞ്ഞതാ. പക്ഷേ ഈ സമയം എൻ്റെ വാക്കുകൾ കേട്ടിട്ട് നീ എൻ്റെ അടുക്കൽ വന്ന് പറയുക, കർത്താവേ, നിനക്കങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്, നീ ക്രൂശിൽ കയറരുത്, നീ ഇങ്ങനെ ഒരു ദുർമരണം അനുഭവിക്കരുത് എന്നുള്ള ആശയങ്ങൾ ഇതാ പത്രോസ് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് പറയുക, നിന്റെ പ്രയോറിറ്റി ദൈവത്തിൻ്റെ ഹിതമല്ല, നിന്റെ പ്രയോറിറ്റി നമ്മുടെ മാന്യത, നിന്റെ പ്രയോറിറ്റി എൻ്റെ അൾട്ടീരിയർ മോട്ടീവ്, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ചിന്താഗതികൾ എന്നുള്ള ആ പ്രയോറിറ്റി നിന്റെ അകത്തിരിക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുകയില്ല. പകരം അതിൽ പിശാചിന് ഇടമുണ്ട്. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കാര്യം, എൻ്റെ വരുമാന മാർഗം, എൻ്റെ സ്ഥാനം, എൻ്റെ പേര്, എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ള സ്വാർത്ഥ ഇച്ഛകളും സ്വയചിന്തകളും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അന്യഭാഷ പറയുന്നവരുടെ ഇടയിൽ തന്നെ പിശാചിന് കടക്കുവാൻ ഉള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. കർത്താവ് പറയുക, പത്രോസേ, നീ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് മനുഷ്യർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നീ മാനുഷികമായി ചിന്തിക്കുകയാണ്. നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ജഡരക്തങ്ങളല്ല, ദൈവാത്മാവ് തന്നെ നിനക്ക് വെളിപ്പെടുത്തും. പക്ഷേ ഇപ്പോൾ നീ ചെയ്യുന്നത് മനുഷ്യർക്കുള്ള കാര്യങ്ങൾ, അതിന് നീ പ്രയോറിറ്റി കൊടുത്തു.
നമ്മളെക്കുറിച്ച് ആൾക്കാർ എന്ത് ചിന്തിക്കും, നമ്മളെക്കുറിച്ചുള്ള ഇമേജ് എന്തുമായിരിക്കും, നമ്മുടെ സ്ഥാനം പോകുമല്ലോ, ഇങ്ങനൊരു സംഗതി നടന്നാൽ എന്തുവായിത്തീരും. നീ മാനുഷിക തലത്തിൽ ചിന്തിച്ചു, ഇതാ സാത്താൻ നിന്റെ അകത്ത് കടന്നു. പറയുക, സാത്താനെ എന്നെ വിട്ടുപോകും. നമ്മളുടെ മനസ്സ് ദൈവത്തിൻ്റെ വാല്യൂസ്, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, ദൈവിക തത്വങ്ങൾ, ദൈവിക ആശയങ്ങൾക്ക് നിരപ്പുള്ളതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, സാത്താൻ ഇറങ്ങുവാനുള്ള പ്ലാറ്റ്ഫോം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ദൈവാത്മാവിനാലല്ല ഇത് വന്നത്. ചില നിമിഷങ്ങൾക്ക് മുൻപേ നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞ അതേ വ്യക്തിയുടെ അകത്ത് സാത്താൻ ഇറങ്ങുവാനുള്ള പ്ലാറ്റ്ഫോമായി. ഒരു വാക്യം കൂടെ വായിക്കാം. അടുത്ത ആഴ്ചയിൽ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം എടുക്കുമ്പോൾ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക, ഞാൻ പറയട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായത്തിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹിസ്റ്ററി, ഒരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്. 2 രാജാക്കന്മാർ ആരൊക്കെയാണ്? ഒന്ന് ആഹാബ്, ഇസ്രായേലിന്റെ രാജാവും, 2 യഹോശാഫാത്ത്, യഹൂദയുടെ രാജാവും. ഇവർ രണ്ടുപേരും കൂടെ ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അവർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പ്രവാചകന്മാരെ വിളിച്ചു. വാസ്തവത്തിൽ ദൈവത്തിന്റെ പ്രവാചകന്മാരും ആ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആലോചന ചോദിച്ചപ്പോൾ പ്രവാചകന്മാർ നിന്ന കൂട്ടത്തിൽ ഇതാ ഒരു ആലോചന വരുന്നു. വായിച്ചാട്ടെ, 22-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവൻ്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറെ ഒരാത്മാവ് മുൻപോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിനവൻ, ഞാൻ പുറപ്പെട്ട് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിൻ്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്നവൻ കൽപ്പിച്ചു. ഒരു വാക്യം കൂടെ. ആകയാൽ ഇതാ യഹോവ ഭോഷ്കിൻ്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. 23 കൂടെ. ആകയാൽ ഇതാ യഹോവ ഭോഷ്കിൻ്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ. അപ്പോൾ കെനയനയുടെ മകനായ സിദക്കിയ രാജാവ് അടുത്തു ചെന്ന് മീഖായാവിൻ്റെ ചെകിട്ടത്തടിച്ചു. നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ ഇഫ് യു ക്യാൻ റീഡ് ദാറ്റ് എൻറ്റയർ ചാപ്റ്റർ 22-ാം അധ്യായം മുഴുവൻ വായിച്ചിട്ട് വരാമെങ്കിൽ എനിക്ക് അധികം സമയം എക്സ്പ്ലെയിൻ ചെയ്യാതെ കാര്യങ്ങൾ പറയുവാൻ സാധിക്കും. പ്രവാചകന്മാർ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതാ ദൈവം പറയുകയാണ്, എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആഹാബിനെ ഒരു ശിക്ഷയിൽ നടത്തണം. എങ്ങനെ ഈ ആഹാബിനെ ശിക്ഷിക്കുവാൻ സാധിക്കും? പല ആത്മാക്കൾ വന്ന് പലതും പറഞ്ഞു. ഒരാത്മാവ് വന്ന് പറഞ്ഞു, ഞാൻ വശീകരിക്കാം. കർത്താവ് ചോദിച്ചു, എങ്ങനെ വശീകരിക്കും? ഞാൻ ഭോഷ്കിൻ്റെ ആത്മാവിനെ ഇവരുടെ നാവിൽ നൽകും. നൽകിക്കഴിയുമ്പോൾ ആ ഭോഷ്കിൻ്റെ ആത്മാവിനാൽ ഈ പ്രവാചകന്മാർ പ്രവചിക്കും. ഈ പ്രവാചകന്മാർ പ്രവചിക്കുന്ന ഭോഷ്കിൻ്റെ ആത്മാവിനാൽ ആഹാബിനെ വശീകരിച്ച് ഞാൻ അവൻ്റെ ശിക്ഷയ്ക്കായി അവനെ കൊണ്ടുപോകും. കർത്താവ് പറഞ്ഞു, സാധിക്കും. കാര്യം എന്താണെന്നറിയാമോ? ഭോഷ്കിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ വസിക്കുവാൻ, ഇറങ്ങുവാൻ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത ഒരു കൂട്ടം പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം പ്രോഫിറ്റ്, നന്മയ്ക്ക് വേണ്ടി, വരുമാന മാർഗത്തിനു വേണ്ടി അത്യാവശ്യം ഒരു ഭോഷ്ക് പറഞ്ഞാലും സാരമില്ല എന്ന് ക്യാരക്ടർ, സ്വഭാവത്തെ സൂക്ഷിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം പ്രവാചകന്മാർ രാജാക്കന്മാരെ പ്രസാദിപ്പിക്കുവാൻ അവിടെ വന്നു. അവരങ്ങനെ പ്രവാചകന്മാരായതല്ല, പ്രവാചകന്മാരായിരുന്നു. പക്ഷേ രാജാവിൻ്റെ സമ്പത്തും രാജാവ് തരുന്ന ആ പുകഴ്ചയും രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന മാന്യതയും കണ്ടപ്പോൾ അവരോർത്തു, അല്പം കോംപ്രമൈസ് ചെയ്താലും സാരമില്ല, ഏതായാലും ശുശ്രൂഷയുണ്ട്, പ്രവചനമുണ്ട്, ഭയങ്കരമായിട്ട് പ്രവചിക്കും. പിന്നെ ഒരു ചെറിയ കള്ളത്തരം എന്ന് മറ്റൊരാൾ പറയുമ്പോൾ കള്ളത്തരം എന്ന് പറയും. ഞാൻ പറയുമ്പോൾ അത് കള്ളത്തരമായിട്ട് പറയത്തില്ല. അല്പം ഒരു കോംപ്രമൈസ്, നിസ്സാര ചില കാര്യങ്ങളിൽ ചെറിയൊരു കോംപ്രമൈസ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പറയും ഞാൻ പകുതി വഴി ആയി കഴിഞ്ഞു കേട്ടോ. ചെറിയൊരു കള്ളം. കാര്യം അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, ടെൻഷൻ കൂടുക. പകുതി വഴി ആയി കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഏതോ ഒരു റിലീഫ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ചെറിയൊരു കള്ളം.
ഭോഷ്കിൻ്റെ ആത്മാവിന് ലാൻഡ് ചെയ്യുവാൻ ആവശ്യമുള്ള ചെറിയൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു. ഇവിടെ പറയുകയാണ്, ഭോഷ്ക് എപ്പോഴും പറയുന്നവരല്ല കേട്ടോ, ഇടയ്ക്ക് ഒരു ഭോഷ്ക് പറയുവാൻ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഭോഷ്കിൻ്റെ ആത്മാവിന് സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവം പറഞ്ഞു, നീ പോ, കാര്യം നടക്കും. ഈ പ്രവാചകന്മാർ ഇവർ ദൈവാത്മാവിനുള്ള പ്ലാറ്റ്ഫോം ഒരു വശത്തുണ്ടാക്കിയിട്ടുണ്ട്. അതെ, ദൈവാത്മാവ് ഇവരുടെ മേൽ വരും, ഇവർ പ്രവചിക്കും. പക്ഷേ ഇവരുടെ അകത്ത് ഭോഷ്ക് പറയുന്ന ഒരു മണ്ഡലം ഉള്ളതും കൊണ്ട് ആരും അറിയാതെ 90% സത്യം മാത്രമേ പറയത്തുള്ളൂ. ഒരു 10% അത്യാവശ്യത്തിന് മറ്റൊരാൾക്കൊരു ദോഷം വരാത്തതുപോലെ എൻ്റെ നന്മയ്ക്കായിട്ട് ഒരു ചെറിയ കള്ളത്തരം പറയുന്ന ആ 10% ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ലാൻഡിങ് സ്പേസ് ഉണ്ട്. ഭോഷ്കിൻ്റെ ആത്മാവ് അവിടെ വന്നു. ഈ സത്യം പറഞ്ഞ പ്രവാചക, ചെകിട്ട തടി കിട്ടിയ പ്രവാചക, നിന്നോടെന്താ ഈ ഭോഷ്കിൻ്റെ ആത്മാവ് അടുത്ത് വരാഞ്ഞ്? കാര്യം ആ ഭോഷ്കിൻ്റെ ആത്മാവ് ഈ വ്യക്തിയുടെ, ഈ പ്രവാചകന്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഭോഷ്കിൻ്റെ ആത്മാവിനറിയാം, ഇവൻ രാജാവിൻ്റെ മുഖപ്രസാദം അന്വേഷിക്കുവാൻ ഒരു ഭോഷ്ക് പറഞ്ഞിട്ടില്ല. ഇവൻ ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വ്യക്തിയാണ്. ഇവൻ്റെ അകത്ത് ലാൻഡ് ചെയ്യുവാൻ, ഭോഷ്കിൻ്റെ ആത്മാവിന് ലാൻഡ് ചെയ്യുവാൻ പ്ലാറ്റ്ഫോം ഇല്ല. പകരം ഇവൻ്റെ അകത്ത് അടികിട്ടിയാലും സത്യം പറയുവാൻ ഉള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അവൻ്റെ അകത്ത് ഭോഷ്കിൻ്റെ ആത്മാവിന് കടക്കുവാൻ സാധിച്ചില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ചിന്താമണ്ഡലം, നമ്മുടെ സ്വഭാവം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ 90%, 95%, 99% വെളിച്ചവും പ്രകാശവും ആത്മീയ നന്മകളും ഉണ്ടെങ്കിലും 1% ഭോഷ്കിൻ്റെ ആത്മാവിനോ ക്യാരക്ടർ ഫ്ലോസ്, സ്വഭാവ വൈകല്യങ്ങൾക്കോ സ്ഥാനം കൊടുത്താൽ അതിൽ കൂടെ, ആ വികാരങ്ങളിൽ കൂടെ, ആ വിചാരങ്ങളിൽ കൂടെ പൈശാചിക മണ്ഡലത്തിന് ലാൻഡ് ചെയ്യുവാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് സഭ മറക്കരുത്. പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർ മറക്കരുത്. ആർക്കും ദോഷം വരത്തില്ലല്ലോ. എൻ്റെ ഒരു ചെറിയ നന്മയ്ക്കല്ലയോ ഒരു ചെറിയ ഭോഷ്ക മതി. നാളത്തേതിൽ ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരട്ടെ. ഹൃദയം എന്നുള്ളത് 1 വികാരങ്ങൾ, 2 വിചാരങ്ങളും നിരൂപണങ്ങളും, നമ്മുടെ ക്യാരക്ടർ, 3 നമ്മുടെ ജ്ഞാനം. ഒന്നാമത്തേത് പറയുന്നു നമ്മുടെ വികാരങ്ങൾ, 2 നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ക്യാരക്ടർ, 3 ഹൃദയം എന്നുള്ള വാക്കിനാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഇറ്റ്സ് വിസ്ഡം, ജ്ഞാനം. നിന്റെ പൂർണ്ണ ഹൃദയം കൊണ്ട്, നിന്റെ പൂർണ്ണ ഹൃദയം കൊണ്ട് യഹോവയിൽ ആശ്രയിച്ചാൽ ഗൈഡൻസ്, ഇന്ന് ഗൈഡൻസിനെ കുറിച്ചാണ് പറയുന്നത്, ലഭിക്കും. പ്രവാചക, നിന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നീ ഒരു ഭോഷ്ക് പറഞ്ഞാൽ ഗൈഡൻസ് വന്നെന്നിരിക്കും. പക്ഷെ ഏത് സാറ്റലൈറ്റിൽ നിന്നുള്ളത് സൂക്ഷിച്ചോണം. ഈ GPS-ൻ്റെ അകത്ത് ഒറ്റ സാറ്റലൈറ്റിൽ നിന്ന് എനിക്ക് സിഗ്നൽ വന്നാൽ മതി. മറ്റൊരു സാറ്റലൈറ്റിൽ നിന്ന് മറ്റൊരു സിഗ്നൽ വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഒരുക്കി കൊടുത്താൽ എൻ്റെ ജീവിതം വലഞ്ഞു പോകും. ഇരുമനസ്സുള്ള വ്യക്തി സകല വഴികളിലും അസ്ഥിരനാണ്. രണ്ട് സോഴ്സ് ഓഫ് ഗൈഡൻസ്. ഒന്ന് ദൈവാത്മാവിനാൽ, 99% ദൈവാത്മാവിനാൽ. പിന്നെ 1% ഭോഷ്കിൻ്റെ ആത്മാവിന് ഇറങ്ങുവാനുള്ള സ്ഥലം ഭോഷ്ക് പറഞ്ഞതുകൊണ്ട് മറ്റ് പല സ്വഭാവ വൈകല്യങ്ങൾ അടുത്ത ആഴ്ചയിൽ പറയാൻ വരും. ലീഡിങ് ഓഫ് ദ സ്പിരിറ്റ് അടുത്ത ആഴ്ചയിലാണ് വരുന്നത്. എവിടെയെങ്കിലും അല്പം സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഇരുമനസ്സുള്ള വ്യക്തി, ഇരു ചിന്തകളുള്ള വ്യക്തി, 2 സോഴ്സ് ഓഫ് ഗൈഡൻസ് ഉള്ള വ്യക്തി, അതിന് സാധ്യത ഒരുക്കി കൊടുത്ത വ്യക്തി ജീവിതത്തിൽ അപായമാണ് എന്ന് മറക്കരുത്. മൂന്നാമത്തേത്, ഹൃദയം എന്ന് പറയുമ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. 1 നമ്മുടെ അകത്ത് നോളജ്, ഡേറ്റാബേസ്, ഇൻഫർമേഷൻ, അറിവ്. ഇത് പറയുന്നു അന്ത്യകാലത്ത് അറിവ് വർദ്ധിക്കും, നോളജ് വളരെ ഇൻക്രീസ് ആകും. ഇന്ന് ഇന്റർനെറ്റ് എടുത്താൽ, ഇന്ന് മൊബൈൽ ഫോണിൻ്റെ അകത്ത്, സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് സകല ഇൻഫർമേഷനുമുണ്ട്. ബൈബിളിനെ കുറിച്ച് പറയുന്നു, എൻ്റെ ജനം പരിജ്ഞാനമില്ലായികയാൽ, ദൈവത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തതിനാൽ, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതിനാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം, അത് പഠിക്കുന്നവരായിരിക്കണം. 2, ആ ഇൻഫർമേഷൻ, ഡേറ്റ ഉള്ളത് പ്രോസസ് ചെയ്ത് അതിനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് വിവേകം, അണ്ടർസ്റ്റാൻഡിങ് എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ ഒരു ഷണ്ണനെ കുറിച്ച് ബൈബിളിൽ കാണുന്നു. ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നു. ചോദിച്ചു, നീ വായിക്കുന്നുണ്ട്, നിനക്ക് ഇൻഫർമേഷൻ ഉണ്ട്, നിനക്ക് വായിക്കുന്നത്, പക്ഷേ നിന്റെ അകത്തോട്ട് കോംപ്രിഹെൻഷൻ, നിന്റെ അകത്തോട്ട് നീ ഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? നിനക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടോ? നിനക്കത് റിറ്റെയിൻ ചെയ്യുവാൻ സാധിക്കും? ഒരു വാക്യം ഒന്ന് വായിക്കണേ ഈ ആശയം മനസ്സിലാക്കാൻ. ആവർത്തന പുസ്തകം, ഡ്യൂട്രോണമി ചാപ്റ്റർ നമ്പർ 4, 4-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ ഓടിച്ചു വിട്ടൊന്ന് വായിച്ചാൽ ആശയം മനസ്സിലാകും. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 5, 6, 7. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ
ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു, അവയെ പ്രമാണിച്ചു നടപ്പിൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട്, ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? നമ്മളെ പോലെ ശ്രേഷ്ഠ ജാതി മറ്റൊന്നില്ല. ഏത് സമയത്തും വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം തരുന്നവൻ, എപ്പോഴെങ്കിലും മുങ്ങും എന്ന ആകുമ്പോൾ കർത്താവേ എന്ന് വിളിച്ചാൽ പത്രോസേ മുങ്ങുകയില്ല എന്ന് പറഞ്ഞ് കൈപിടിച്ച് കയറ്റുവാൻ എപ്പോഴും അരികിലുള്ള ഇതുപോലെ ഭാഗ്യമുള്ള മറ്റൊരു ജാതി ലോകത്തിലില്ല. ഇതുപോലെ ശ്രേഷ്ഠതയുള്ള മറ്റൊരു ജാതി ലോകത്തിൽ ഇല്ല. പക്ഷെ നമ്മുടെ പ്രത്യേകത ഒന്ന്, നമ്മൾ അവൻ തരുന്ന പ്രമാണങ്ങൾ, അവൻ തരുന്ന ചട്ടങ്ങൾ അത് അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്താൽ അത് വിവേകവും അത് ജ്ഞാനവുമാകുന്നു. വിവേകത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഗ്രഹിക്കുക, മനസ്സിലാക്കുക, സൂക്ഷിക്കുക. വിവേകം നമ്മൾ അറിയാതിരിക്കുമ്പോൾ ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നതല്ല, പകരം അറിഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ സെക്കൻഡ് സർവീസിലായിരിക്കും ഞാനിത് പറഞ്ഞായിരുന്നു. വഴിയെ നടന്നു പോകുമ്പോൾ എനിക്കറിയാം 4 പേര് എനിക്ക് വിരോധമായി സംസാരിക്കുവാൻ വരുന്നുണ്ട്. അവർ വരുന്നത് കാണുമ്പോഴേ എൻ്റെ അകത്ത് ഞാനങ്ങ് വിവേകത്തിൻ്റെ ആത്മാവിനാൽ, വിവേകമുള്ളൊരു ഹൃദയത്താൽ ഇതിനെ കൈകാര്യം ചെയ്യുവാൻ തീരുമാനിച്ചു. I program myself. ഇവർ വന്നാൽ ഞാൻ ഒരിക്കലും എൻ്റെ വാക്കുകൾ, എൻ്റെ വികാരങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുരൂപമല്ലാത്തതുപോലെ ഞാൻ എൻ്റെ വാക്കുകളും വികാരങ്ങളും ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. വിവേകത്തോടെ സംസാരിച്ചു. അവിടെ വന്നപ്പോൾ അവർ ചീത്ത വിളിച്ചു, അവർ അടിക്കാനായി അടുത്ത് വന്നു. പക്ഷേ ഞാൻ വളരെയധികം കൃപയിൽ ആശ്രയിച്ചു, വിവേകത്താൽ പെരുമാറി. പക്ഷേ ഞാൻ നടന്നു പോകുന്ന വഴിയിൽ അറിയാതിരിക്കുമ്പോൾ പിൻപിൽ നിന്ന് ഒരു തട്ട് തലക്കിട്ട് കിട്ടിയാൽ, തിരിഞ്ഞു നോക്കുമ്പോൾ 4 ചീത്ത വിളി കേൾക്കുമ്പോൾ എനിക്ക് പ്രോഗ്രാം ചെയ്യുവാനുള്ള സമയമില്ല, വിവേകത്തോടെ പെരുമാറുവാനുള്ള സമയമില്ല. എങ്ങനെ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും? ആ പ്രതികരണത്തെ വിളിക്കുന്ന പേരാണ് ജ്ഞാനം. അൺപ്രോഗ്രാംഡ്. പ്രോഗ്രാം ചെയ്യുവാൻ, ക്രമീകരിക്കുവാൻ, വിവേകത്തോടെ ഇടപെടുവാൻ സമയമില്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ആ പ്രതികരണത്തെ വിളിക്കുന്ന പേരാണ് ജ്ഞാനം. ഞാൻ ഒരിക്കൽ ഒരു രാജ്യത്തെന്നു ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ആ രാജ്യത്തെന്നു അല്പം നന്നായി ശുശ്രൂഷ, ഒരു സ്പിരിച്വൽ മിനിസ്ട്രിയിലോട്ടും കടന്നു. പല കാര്യങ്ങൾ സംഭവിച്ചു. ആ കർത്താവിൻ്റെ ദാസൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, എല്ലാ മാസവും ഒരിക്കലെങ്കിലും ഈ രാജ്യത്തിൽ ഞങ്ങളുടെ സഭയിൽ വരണം. എനിക്ക് ചിന്തിക്കാൻ സമയമില്ല, എനിക്ക് പ്രതികരിക്കാൻ ആവശ്യമുള്ള പ്രോഗ്രാം ചെയ്യുവാനുള്ള സമയമില്ല. ഒറ്റയടിക്ക് ഞാനങ്ങ് പേടിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എന്നെ കൊണ്ട് വരാൻ സാധിക്കത്തില്ല. 8-10 വർഷങ്ങളുടെ മുൻപത്തെ ചരിത്രമാണ്. പെട്ടെന്നുള്ള റെസ്പോൺസ്. പ്രോഗ്രാംഡ് ഫോർ ഫെയിലിയർ. ഇതാ നമ്മൾ പറയുന്ന വാക്കുകൾ, ശ്രദ്ധിക്കാതെ പറയുന്ന വാക്കുകൾ നമ്മളെ തകർച്ചയിലേക്കും പരാജയത്തിലേക്കും നടത്തുവാനുള്ള വാക്കുകളുടെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അവസരങ്ങൾ, എൻ്റെ വാതിലുകൾ ഞാൻ അടച്ചു കളഞ്ഞു എൻ്റെ വാക്കുകളാൽ, എൻ്റെ പ്രതികരണത്താൽ. വിസ്ഡം എന്നുള്ളത് പ്രതികരണം എന്നുള്ള ആശയവുമായി ഹൃദയം എന്ന വാക്കുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യത്തിൽ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. ഹൃദയം എന്നുള്ള വാക്കും ജ്ഞാനം എന്നുള്ള വാക്കും വളരെ ക്ലോസ്. നമ്മൾ പലരും പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ജ്ഞാനം വേണം. പഠിക്കാനുള്ള ജ്ഞാനമല്ല, പഠിക്കാനുള്ള ബുദ്ധി ആവശ്യം. വായിക്കുന്നത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി ആവശ്യം. പഠിക്കുന്നത് ഓർത്തിരിക്കുവാൻ ആവശ്യമുള്ള ബുദ്ധിയാണ് ആവശ്യം. ജ്ഞാനം എന്ന് പറയുമ്പോൾ പ്രതികരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. റിഫ്ലെക്സ് ആക്ഷൻ പോലെ, നമ്മൾ ചിന്തിക്കാതെ പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും തന്നെ വരുന്നത്. യേശു കർത്താവ് പറഞ്ഞു, നിന്റെ ഉള്ളിലുള്ളത് പുറത്തു വന്നിരിക്കും. നിന്റെ ഉള്ളിലുള്ളത്, അകത്തുള്ളത് ഉപ്പുവെള്ളമാണെങ്കിൽ ഗ്ലാസ്സിനിട്ട് തട്ടിയാൽ ഉപ്പുവെള്ളം തെറിച്ചിരിക്കും. ജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. ഇറ്റ് ജസ്റ്റ് കംസ് ഔട്ട്. ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അറിയാതെ വന്നിരിക്കും. അകത്ത് നികളഭാവമുള്ളവൻ്റെ അടുത്ത് എന്നാൽ അറിയാം, അറിയാതെ നികളഭാവം അവനിൽ നിന്നും വെളിയിൽ വന്നിരിക്കും. റെസ്പോൺസസ്, പ്രതികരണങ്ങളിൽ അത് വന്നിരിക്കും. ഭക്തിയുള്ളവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഭക്തിയുടെ ആ ഒരു പുറപ്പാട് തന്നിൽ നിന്ന് കാണുവാൻ സാധിക്കും. എന്തിനാണ് ഈ ജ്ഞാനമുള്ള ഹൃദയം ആവശ്യം? 2-3 വാക്യങ്ങൾ കൂടെ വായിച്ച് ഞാൻ ഇന്ന് 2 ഉദാഹരണങ്ങൾ കൂടെ പറയുവാൻ ആഗ്രഹിക്കുക. ഈ വാക്യം വായിക്കേണ്ട മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവായ യേശു പറഞ്ഞു, Why is wisdom needed? അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. നിങ്ങൾ എന്ത് സംസാരിക്കണം, നിങ്ങൾ എന്ത് തീരുമാനമെടുക്കണം,
എന്നുള്ള ആ റെസ്പോൺസസ് നിങ്ങൾ പ്രീമീഡിയേറ്റ് ചെയ്ത് നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് വിവേകമുള്ള ഹൃദയത്തോടെ പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വിവേകമല്ല നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യേണ്ടത്, പകരം ജ്ഞാനാത്മാവിനാൽ നിങ്ങൾ പ്രവർത്തിക്കണം. എവിടെ വിവേകമുള്ള ഹൃദയം വേണം, എവിടെ ജ്ഞാനമുള്ള ഹൃദയം വേണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ചിലയിടത്ത് വിവേകത്തോടെ പെരുമാറിയില്ലെങ്കിൽ, ദാവീദ് ഒരിക്കൽ ശൗലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അറിയാം, അല്പം വിവരക്കേട് കാണിച്ചാൽ വെട്ടി ദൂരെ കളയും. ദാവീദ് വളരെ വിവേകത്തോടെ ശൗൽ രാജാവിൻ്റെ ഗ്രഹത്തിൽ തന്നെത്താൻ സൂക്ഷിച്ചു. ചിലയിടത്ത് എത്ര വിവേകമുണ്ടെങ്കിലും സാധിക്കാത്തടത്ത് അവിടെ ദൈവാത്മാവിൻ്റെ ജ്ഞാനത്താൽ എന്ത് സംസാരിക്കണം എന്നുള്ളത് അത് ബിസിനസ് ഡിസിഷൻ ആയിരിക്കും, അത് സുവിശേഷത്തിൻ്റെ വഴിയിലായിരിക്കും. എവിടെയെങ്കിലും ജ്ഞാനാത്മാവിനാൽ ടേക്ക് ഓവർ ചെയ്യേണ്ടിടത്ത് ദൈവം അത് ചെയ്യും. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക, കർത്താവേ ചിലതിനെ കൂടെ ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കണം. കോംപ്ലെക്സ് ബിസിനസ് ഡിസിഷൻസ്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു ഹൃദയമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും തകരുകയില്ല. ചിന്തിച്ചു നോക്കിയാട്ടെ, ഏത് ഡിസിഷൻ എടുത്താലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡിസിഷൻസ് എടുക്കുന്നത് ഒരു വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും, ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും, ഒരു ബിസിനസ് ചെയ്യുന്നതായിരിക്കും, ഒരു ശുശ്രൂഷയിൽ ചെയ്തെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ഏത് ഡിസിഷനും ജ്ഞാനാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ എടുക്കുന്ന റെസ്പോൺസസ് ആണെങ്കിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. രണ്ട് ഉദാഹരണങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ അത് മാത്രം വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 8-9 ജോസഫിന്റെ ജീവിതത്തിൽ കാണുന്ന ആദ്യം വിവേകത്തോടെ പെരുമാറുന്ന ആദ്യത്തെ ഘട്ടം കാണുവാൻ സാധിക്കും. 8-9 വാക്യങ്ങൾ. അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല, തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചരിത്രം നമുക്കെല്ലാം അറിയാം. ഇവിടെ ജോസഫ് വിവേകത്തോടെ പെരുമാറുക, ഹാർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എത്ര ടെംപ്റ്റേഷൻ വന്നിട്ടും തൻ്റെ വിവേകം, തൻ്റെ പ്രോഗ്രാംഡ് മൈൻഡ് താൻ തീരുമാനിച്ചു, നോ, എൻ്റെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എനിക്കറിയാം. സോ വിവേകത്താൽ നോ 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 ഡിസിഷനാണ്, നോ 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 വിവേകത്താൽ പെരുമാറിയ ഒരു സമയം. പക്ഷേ പെട്ടെന്ന് തനിക്ക് വിവേകത്താൽ പെരുമാറുവാൻ സമയമില്ലാതെ തന്നെ കയറി പൊത്തിഫറിന്റെ ഭാര്യ പെട്ടെന്ന് ബൈ സർപ്രൈസ് വിവേകത്താൽ പെരുമാറുവാൻ സമയമില്ലാതിരുന്നപ്പോൾ, ആ വാക്യം വായിച്ചാട്ട് 11-ാം വാക്യം, ജ്ഞാനത്തിന്റെ ആത്മാവ്. ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു. മതി. പെട്ടെന്ന് ചിന്തിക്കുവാൻ സമയമില്ല, പെട്ടെന്ന് പ്രോഗ്രാം ചെയ്യുവാൻ സമയമില്ല, പെട്ടെന്ന് ഇതാ ഒരു സംഭവം. ജ്ഞാനമുള്ളൊരു ഹൃദയമില്ലായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ തകർന്നു പോയനെ. അവിടെ ചിന്തിക്കുവാൻ സമയമില്ല, അവിടെ പ്രോഗ്രാം ചെയ്യുവാൻ സമയമില്ല. വിവേകമുള്ള ഹൃദയമല്ല, പെട്ടെന്ന് തൻ്റെ റിഫ്ലെക്സ് ആക്ഷൻ, ഒറ്റയോട്ടം. ഞാൻ ആത്മാവിനാൽ നിറഞ്ഞ ജോസഫിനെ കാണുവാൻ സാധിക്കും. അത് നിമിത്തം എന്ത് സംഭവിച്ചു? അത് നിമിത്തം ഇമ്മീഡിയറ്റ്ലി അടിമയായിരുന്നിടത്തുനിന്ന് കാരാഗ്രഹത്തിലോട്ട് പോയി. അതിൻ്റെ റിസൾട്ട് എന്തുമായിരിക്കും? പക്ഷേ ജ്ഞാനാത്മാവിനാൽ, ഒടുവിൽ പറയാം സിംഹാസനത്തിലോട്ട് പോയി. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. പക്ഷേ ജ്ഞാനാത്മാവ് ചിന്തിച്ച് പ്രോഗ്രാം ചെയ്ത് പ്രതികരിക്കുവാൻ സമയമില്ല, പെട്ടെന്ന് കയറി പിടിച്ചു, പെട്ടെന്ന് ചാടിക്കളഞ്ഞു. പ്രതികരണം, വിസ്ഡം. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 45-ാം വാക്യം ദാവീദിനെ കുറിച്ച് കാണുവാൻ സാധിക്കും. 1 ശമൂവേൽ 17:45. ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ജോസഫ് ചില കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു, അതുപോലെ ദാവീദും ചില കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു. പ്രോഗ്രാമിംഗ്, വിവേകമുള്ള ഹൃദയം. ഞാൻ ആത്മാവിനല്ലല്ലോ, വിവേകത്താൽ. വചനം എന്ത് പറയുന്നു? നീ വരുന്നത് ഇങ്ങനെ, ഞാൻ വരുന്നത് അങ്ങനെയല്ല. വിവേകം, വിവേകം പ്ലാൻഡ് ബുദ്ധിയിൽ, ഇല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്ത വചനത്തിൻ്റെയും ദൈവിക കോൺഫിഡൻസിൻ്റെയും ബേസിസിൽ ഇതാ താൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രാംഡ് ആയിട്ട് വരികയാണ്. പക്ഷേ പെട്ടെന്നൊരു സംഭവം സംഭവിച്ചു. വായിച്ചാട്ടെ 48-ാം വാക്യം.
പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടെടുത്തപ്പോൾ ഓ, പെട്ടെന്ന് ഇതാ താൻ പ്രതീക്ഷിക്കാതിരുന്ന സമയത്തായിരിക്കും ഫിലിസ്ത്യൻ ഇങ്ങോട്ടിങ്ങി വന്നു. 40 ദിവസമായി യാതൊരു പ്രധാനപ്പെട്ട സംഭവമില്ല. വെല്ലുവിളികൾ മാത്രം ഉയരുമ്പോൾ, വാക്കുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഉയരുമ്പോൾ, ഇതാ അവിടുന്ന് ഇങ്ങോട്ട് പറയുക നിന്റെ തലവെട്ടും അത് ചെയ്യും ഇത് ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ടും പറയുക. കഴിഞ്ഞ 1 മാസത്തിലധികമായി 40 ദിവസമായി ഇങ്ങനെ ഏലാം താഴ്വരയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ദാവീദ് ഓർത്ത് കാണത്തില്ല ഈ ഫിലിസ്ത്യനായ ഗോലിയാത്ത് ഇങ്ങോട്ടിങ്ങി വരുമെന്ന്. ദാവീദും അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് വാചകടിച്ചു, മെഗാഫോൺ പിടിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തടാ, നീ നിന്ദിക്കുന്നവനായ ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തതുപോലെ കഴിഞ്ഞ 40 ദിവസം ഇല്ലാത്തതുപോലെ പെട്ടെന്ന് ആ സർക്കംസ്റ്റാൻസ്, ഒരു സാഹചര്യം ഇത് വരികയും ദാവീദിന് ചിന്തിക്കുവാൻ സമയമില്ല. ദാവീദിന്റെ റെസ്പോൺസ് തിരിഞ്ഞോടിയെന്നല്ല, മുൻപിലോട്ട് പെട്ടെന്ന് വേഗത കൂടി ഇതാ ഫിലിസ്ത്യനെ അങ്ങോട്ട് നേരിടുവാൻ ഒറ്റയോട്ടം. ബ്ലഡിന്റെ അകത്ത് റിഫ്ലെക്സ് ആക്ഷൻ, ഒറ്റയടിക്ക് തിരിഞ്ഞ് ഫിലിസ്ത്യന് വിരോധമായി വരുന്നു. ദ വിസ്ഡം, ജ്ഞാനം, റെസ്പോൺസസ്, പ്രതികരണങ്ങൾ. എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. ഇതാ ഫിലിസ്ത്യനെ ജയിച്ചു, ആ ഫിലിസ്ത്യ സൈന്യത്തെ ജയിച്ചു. വിസ്ഡം നമ്മുടെ സകല പ്രവൃത്തികളിലും, നമ്മുടെ സകല തീരുമാനങ്ങളിലും, നമ്മുടെ സകല വാക്കുകളിലും, നമ്മുടെ സകല വഴികളിലും ജ്ഞാനാത്മാവിനാൽ ദൈവം ചിലരെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനാത്മാവ്. ഈ ഭൂമിയിൽ നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചു, ഈ ഭൂമി തരുന്ന ഒരു ജ്ഞാനമുണ്ട്, പ്രാകൃതമായ ഒരു ജ്ഞാനമുണ്ട്, earthly ഭൗമികമായ ഒരു ജ്ഞാനമുണ്ട്, ജഡീകമായ ഒരു ജ്ഞാനമുണ്ട്. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടിയത്. നമുക്ക് വേണ്ടിയത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആ ജ്ഞാനാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഭാഗ്യമുള്ളവരെന്തുണ്ട്? ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതമാണെങ്കിൽ. പക്ഷേ പറയുന്നു, നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ നീ യഹോവയിൽ ആശ്രയിച്ചാൽ എപ്പോഴും ആ ഗൈഡൻസ് ഫാക്ടർ ഉണ്ട്. ഞാൻ പറയാം, ചിലരുടെ ജീവിതം ഈ ദിവസങ്ങളിൽ മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ജീവിതം മാറ്റപ്പെടട്ടെ. ഞാൻ 3-4 വാക്യങ്ങൾ ഓടിച്ചു വിട്ട് വായിച്ച് പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുവാൻ പോകുക. 1 സദൃശവാക്യങ്ങൾ 9:10 എങ്ങനെ ഈ ജ്ഞാനാത്മാവിനെ ലഭിക്കുവാൻ സാധിക്കും? ഞാൻ ആദ്യം ചിന്തിച്ചതെന്നാണ്, ഹൃദയം എന്ന വാക്കിനാൽ അർത്ഥമാക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1 നമ്മുടെ വികാരങ്ങൾ, 2 നമ്മുടെ വിചാരങ്ങൾ, നിരൂപണങ്ങൾ, നമ്മുടെ ക്യാരക്ടർ, 3 നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ ജ്ഞാനാത്മാവ്. 2 ഇത് എവിടെയാണ്? ഇത് ഹൃദയത്തിൽ, വികാരങ്ങളിൽ, പെട്ടെന്ന് ചിന്തിച്ചിട്ടല്ല, പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ, വികാരങ്ങളിൽ, ഹൃദയത്തിൽ. 3 എന്തിനാണ് ഇത് ആവശ്യം? നിങ്ങളുടെ സകല വഴികളിലും നിങ്ങൾ പരാജയപ്പെടാതെ നമ്മൾ ഒരുമിച്ച് ജയാളികളായി കർത്താവിനോട് കൂടെ നിൽക്കുവാൻ ഇത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. ദാവീദിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു. എങ്ങനെ ഈ ജ്ഞാനാത്മാവിനെ പ്രാപിക്കുവാൻ സാധിക്കും? വായിച്ചാട്ട് സദൃശവാക്യങ്ങൾ 9:10. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. യഹോവ ഭക്തി, the fear of the Lord. ഇന്ന് ദൈവത്തെ ഭയപ്പെടാത്ത കൾച്ചറിൽ, കമ്മ്യൂണിറ്റിയിൽ, മീഡിയയിൽ ദൈവഭയം എന്നുള്ള ആ ചിന്താഗതിയെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, പുച്ഛിച്ച് തള്ളിക്കളയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറയട്ടെ, ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണ്. എവിടെയെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു? CCTV ക്യാമറ ഉണ്ടോ? പലതും വിചാരിച്ചിട്ട് തീരുമാനമെടുക്കുന്നതിനേക്കാൾ ദൈവം കാണുന്നുണ്ടെന്നുള്ള യഹോവ ഭക്തി അകത്തുണ്ടെങ്കിൽ ജ്ഞാനത്തിന്റെ ആരംഭമാണ് നിങ്ങളുടെ റെസ്പോൺസസ്. പിന്നെ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ലോ. കർത്താവ് കാണുന്നുണ്ടല്ലോ, ഞാനിത് ചെയ്താൽ മോശമാണല്ലോ, വേണ്ട, കർത്താവ് കാണുന്നുണ്ട്. നോ, ഇറ്റ് കംസ് ഇൻബിൽറ്റ്. നമ്മുടെ അകത്തേക്ക് ആ സ്വഭാവം അങ്ങ് എഴുതപ്പെടുക. നമ്മുടെ ഹൃദയത്തിന്റെ പലകമേൽ ആ സ്വഭാവം എഴുതപ്പെടും. എവിടെ? യഹോവ ഭക്തി, ജ്ഞാനത്തിന്റെ ആരംഭം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ യഹോവ ഭക്തിയിൽ പഠിപ്പിക്കുവാൻ നമ്മൾ പ്രയത്നിച്ചാൽ നന്നായിരിക്കും. പറയണം, കുഞ്ഞുങ്ങളെ, ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ പ്രായത്തിലെത്തുമ്പോൾ ഞാൻ പറയട്ടെ, അവരുടെ സകല തീരുമാനങ്ങളിലും അവരെ നയിക്കുവാൻ ജ്ഞാനാത്മാവിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട പകർച്ച നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരിക്കും. യഹോവ ഭക്തി, ജ്ഞാനത്തിന്റെ ആരംഭം. അടുത്ത വാക്യം വായിക്കുന്നില്ല, ആവർത്തന പുസ്തകത്തിൽ കണ്ടു, എൻ്റെ ചട്ടങ്ങൾ, എൻ്റെ പ്രമാണങ്ങൾ നീ അനുസരിക്കുവാൻ, അത് ഓർത്തിരിക്കുവാൻ, അത് പ്രമാണിക്കുവാൻ നീ സൂക്ഷിച്ചാൽ നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജാതി കാണുകയില്ല. എപ്പോൾ വിളിച്ചാലും എൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കാണും. 3 പുറപ്പാട് പുസ്തകം 28:3 വാക്യം. പുറപ്പാട് പുസ്തകം 28:3. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ
ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. ഞാൻ ആത്മാവിനാൽ നിറച്ചിരിക്കുന്ന the spirit of wisdom എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും കറക്റ്റായിട്ട് ദൈവഹിതത്തിനനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് ചിന്തിക്കാതെ ആലോചിക്കാതെ കറക്റ്റായിട്ടുള്ള തീരുമാനമെടുക്കുവാൻ ആവശ്യമുള്ള ആത്മാവിനെ ഞാൻ അവരുടെ മേൽ പകർന്നിരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ വികാരങ്ങളോടെ, പൂർണ്ണ വിചാരങ്ങളോടെ, പൂർണ്ണ ക്യാരക്ടറോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയെ ജീവിതത്തിൽ നീ പരാജയപ്പെടുകയില്ല. നീ ഒരു ചുവട്ടടി എടുത്തു വെച്ചാൽ അത് ജയത്തിലേക്കും നന്മയിലേക്കും ഉള്ളത് മാത്രമേ ആകുകയുള്ളൂ. പക്ഷേ എക്സാമിന് കോപ്പി അടിക്കാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഒന്ന് ഓർത്തോണം, ഇത് സാറന്മാർ കണ്ടില്ലെങ്കിലും കോപ്പി അടിച്ചാൽ ഞാൻ അല്പം സത്യസന്ധത വിട്ടുപോയാൽ ഭോഷ്കിൻ്റെ ആത്മാവ് മുതൽ നയിക്കുവാൻ മറ്റ് പല സിഗ്നലും വന്നു തുടങ്ങും. 2, നീ അല്പം യഹോവ ഭക്തി ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് മാർക്ക് കിട്ടി പാസ്സാകുമായിരിക്കും, അതിൻ്റെ ജീവിതം ശൂന്യമായി പോകാൻ സകല സാധ്യതയുമുണ്ട്. ഇന്ന് വിലമുടക്കി സത്യസന്ധതയ്ക്ക് വേണ്ടി നിന്നാൽ പറയട്ടെ, റോക്ക് സോളിഡ് ഇന്റഗ്രിറ്റി, പാറക്കഷ്ണം പോലെ ഹൃദയം ഏകാഗ്രമായി ദൈവസന്നിധിയിൽ സത്യസന്ധതയ്ക്കും വികാരങ്ങൾ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ കൊടുത്താൽ ഞാൻ ആത്മാവിനാൽ എൻ്റെ ദൈവം ചിലതിനെ നിറച്ചിരിക്കും. ആവർത്തന പുസ്തകം 34:9. ആവർത്തന പുസ്തകം 34:9. നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മ പൂർണ്ണനായി തീർന്നു. മതി. ഒരു ദൈവദാസൻ യോശുവയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട്, എൻ്റെ തലയിലാരും കൈവക്കണ്ട, ഞാൻ വലിയ ആളാ, കുഴപ്പമില്ല. ജോഷുവയുടെ മേൽ ദൈവാത്മാവുള്ള അഭിഷേകമുള്ള ഒരു മോശ കൈവച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് അതുകൊണ്ട് ജ്ഞാനാത്മാവിനാൽ സമ്പൂർണ്ണൻ, ഫുൾ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ഒടുവിൽ ഒറ്റ വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യാക്കോബിന്റെ ലേഖനം 1:5. യാക്കോബിന്റെ ലേഖനം 1:5. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. താങ്ക് യു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റുന്നാലും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ ആഗ്രഹിക്കുന്നവർ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നിയോഗം നടത്തിപ്പനുസരിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്നവർ എന്നൊരു കാര്യം പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയം എൻ്റെ സ്വന്തം വിവേകം എടുത്ത് കളയുന്നില്ല, പക്ഷേ അതിൽ ഊന്നി അതിലേക്ക് ലീൻ ചെയ്ത് അതിലേക്ക് ചാരി നിൽക്കാതെ, എൻ്റെ വിവേകം, ദൈവം തന്ന വിവേകത്തിൻ്റെ ഹൃദയമുണ്ട്, പക്ഷേ ആ വിവേകത്തെക്കാൾ ഉയർന്നത് ജോസഫ് വിവേകത്താൽ പൊത്തിഫറിന്റെ ഭാര്യയുമായി ഡീൽ ചെയ്തതിനേക്കാൾ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ, ഹൃദയത്തിൽ റെസ്പോൺസസിനാൽ, പ്രതികരണത്താൽ ജോസഫ് ജയിച്ചതുപോലെ ഒരു ഫിലിസ്ത്യ മല്ലനെ നോക്കി വിവേകത്തിന്റെ വാക്കുകൾ, ദൈവാത്മാവിന്റെ വാക്കുകൾ പറഞ്ഞ ദാവീദ്, പക്ഷേ ഫിലിസ്ത്യൻ അടുത്തു വന്നപ്പോൾ ജ്ഞാനാത്മാവിനാൽ ഓടി ദൂരെയോട്ടകലാതെ ഓടി അടുത്തോട്ടകലുവാൻ ചിന്തിക്കുന്നതിന് മുൻപേ തൻ്റെ മസിലുകളിൽ തൻ്റെ തീരുമാനത്തിൽ വെളിപ്പെട്ടു വന്ന ജ്ഞാനാത്മാവിനാൽ എൻ്റെ ജീവിതം കർത്താവേ പരിശുദ്ധാത്മാവിനാൽ, ജ്ഞാനാത്മാവിനാൽ നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വികാരങ്ങളെ ഏകാഗ്രമാക്കി അങ്ങയുടെ കരങ്ങളിൽ ഞാൻ തരാം. ലോകത്തിൻ്റെ പിന്നാലെ, റോക്ക് മ്യൂസിക്കിൻ്റെ പിന്നാലെ, നോവലുകൾക്കും കഥപുസ്തകങ്ങൾക്കും പിന്നാലെ, കാർട്ടൂണിന് പുറകിൽ, TV സീരിയലിൻ്റെ പുറകിൽ, ഈ ലോക മോഹങ്ങൾക്ക് പുറകിൽ എൻ്റെ ഹൃദയം ഓടിപ്പോകാതെ, എൻ്റെ ദുഃഖത്തിലും എൻ്റെ കോപത്തിലും അങ്ങേ മാത്രം സ്തുതിക്കുവാൻ, അങ്ങേ മാത്രം ആരാധിക്കുവാൻ, എൻ്റെ സകല വികാരങ്ങൾ, എൻ്റെ സ്നേഹം മറ്റു പലരുടെ, പല വ്യക്തികളുടെ, പല സ്ഥലങ്ങളുടെ, പല പണത്തിൻ്റെ, പലതിൻ്റെയും പിൻപിൽ എൻ്റെ ഹൃദയം ചിതറിപ്പോകാതെ, എൻ്റെ ഹൃദയം അതിൻ്റെ പൂർണ്ണ ഏകാഗ്രതയിൽ അങ്ങയുടെ സന്നിധിയിൽ തരുവാൻ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ചിലരുടെ പ്രാർത്ഥനയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ എന്നെ നയിക്കുവാൻ, ഭോഷ്കിൻ്റെ ആത്മാവിനോ വഞ്ചിക്കുന്ന ഒരാത്മാവിനും എൻ്റെ ആത്മാവിലേക്ക് വാതിൽ തുറന്നു കൊടുക്കാതെ, 99% ദൈവാത്മാവും വഞ്ചിക്കുവാൻ സാധ്യതയുള്ള
ഏതോ ഒരു ശക്തിക്ക് 1% സ്ഥലം കൊടുക്കാതെ, മീഖായെ, എന്താ നിന്റെ അകത്ത് ദുരാത്മാവ്, വഞ്ചിക്കുന്ന ആത്മാവ്, ഭോഷ്കിൻ്റെ ആത്മാവിന് കടക്കുവാൻ സാധിക്കാഞ്ഞത്? നിന്റെ ഹൃദയത്തിൽ അതിന് പ്ലാറ്റ്ഫോം ഇല്ല. നീ ഭോഷ്ക് പറഞ്ഞ് അതിന് സ്ഥാനം കൊടുത്തിട്ടില്ല. എൻ്റെ വിചാരങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ സ്വഭാവം ദൈവാത്മാവിന് മാത്രം പ്ലാറ്റ്ഫോമായി കൊടുക്കുവാൻ, എൻ്റെ ഹൃദയത്തിലെ പ്രതികരണങ്ങൾ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയിൽ ആശ്രയിച്ച് ഓരോ നിമിഷവും എന്നെ ഗൈഡ് ചെയ്യുന്ന, എന്നെ വഴി നടത്തുന്ന, എന്നെ നയിക്കുന്ന, എന്നെ ആലോചന പറഞ്ഞ് നടത്തുന്ന, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന, ഹൃദയത്തിലെ പ്രതികരണങ്ങളാൽ ദൈവത്തിൻ്റെ ആലോചന വിവേചിച്ചറിയുന്ന അളവിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുകയാണ്. താങ്ക് യു ലോർഡ്. സഭയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ ഭത്സിക്കാതെ ഔദാര്യമായി തരാം എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ പല പ്രതികരണങ്ങളിൽ, ഞങ്ങൾ വികാരങ്ങളിൽ ഞങ്ങൾ കോപിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ തീരുമാനങ്ങളിൽ, തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞാൻ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം, ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇന്ന് ആ പ്രാർത്ഥനയുള്ളവർ ഒരു നിമിഷം കരമുയർത്തിയാട്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രതികരണമാണ്. കർത്താവേ, ഞങ്ങൾ കരമുയർത്തിയവർ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചിലതിനെ ഞാൻ ആത്മാവിനാൽ നിറയ്ക്കണം. ഔദാര്യമായി ധാരാളം ജ്ഞാനം നൽകി ഒരു ശലോമോൻ ഒറ്റ ചോദ്യം, ഒറ്റ വാക്കിൻ്റെ മുൻപിൽ ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമേ, ചോദിച്ചാൽ തരാമെന്ന് അങ്ങയുടെ വാഗ്ദത്തമുള്ളതിനാൽ ഞാൻ ആത്മാവിനാൽ നിറയ്ക്കണം. ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ മേൽ കൈവയ്ക്കുന്നത്, ഞങ്ങളുടെ ആത്മമണ്ഡലം അങ്ങനൊരു ഞാൻ ആത്മാവിനാൽ തുറക്കപ്പെടുന്നതിനാൽ എങ്ങും ഒരു കെണിയിൽ അകപ്പെട്ടു പോകാതെ, എങ്ങും ഒരു തെറ്റായ തീരുമാനമെടുക്കാതെ, എങ്ങും ഒരു പരാജയത്തിൻ്റെ വാക്കോ തീരുമാനമോ എടുക്കാതെ ഞങ്ങളുടെ പ്രതികരണങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുള്ളവരായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളുടെ ഹൃദയം ഏകാഗ്രതയുള്ള ഹൃദയമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.